നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് വെക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനിലാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, ഈ വ്യക്തി തിരിച്ചു വരുമോ, ഒരു ദിവസം ഒറ്റ പോക്ക് പോയതാണ്, നിങ്ങൾക്ക് അറിയില്ല എവിടെയാണെന്ന്. അതുമല്ല, ചിലർക്ക് അറിയാം ഈ വ്യക്തി നോ കോൺടാക്ട് ആണ്. നിങ്ങളൊപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇവർ ഓഫീസിൽ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മുഖം തരുന്നില്ല, നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയം, ഞാൻ ഇനി വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ ഇനി ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകണോ എന്നൊരു സംശയം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഞാൻ 3 കാർഡ്സ് അല്ല നോക്കുന്ന, ഒരു എനർജിയുടെ അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല കേട്ടോ. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കുറച്ച് കാർഡ്സ് കൂടെ വന്നിട്ടുണ്ട് ഓൾറെഡി, പിന്നെയും വന്നു. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, കുറച്ചധികം കാർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം നോക്കുകയാണ്. ഓം എന്ന് പറഞ്ഞ ഓം, ദ യൂണിവേഴ്സൽ സൗണ്ട്. അപ്പൊ ഈ ഒരു ഓം എന്ന ജപം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തൊണ്ടയിൽ വൈബ്രേഷൻ വരും ഓം പറയുമ്പോ. അപ്പോ ഓം എന്ന് പറയുമ്പോ മൊത്തം നമ്മളുടെ ശരീരത്തിൽ വൈബ്രേഷൻ ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും. ബ്രെയിനിന്റെ ഉള്ളിൽ നമ്മൾ മറന്നു കിടക്കുന്ന കുറെ കാര്യങ്ങൾ, നമ്മൾ കാണാതെ പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഓം ജപിക്കണമെന്ന് പറയുന്നത്. സോറി. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ റീഡിംഗ് കാണുന്ന നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ചില സമയത്ത് നമുക്കൊരു ഡൗട്ട് തോന്നും, എന്നാലും വിശ്വസിക്കുക. എല്ലാവരും, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. എല്ലാ ജീവജാലങ്ങളും നമ്മൾ ആരാണോ സൃഷ്ടിച്ച അവരുടെ മക്കളാണ് നമ്മൾ. അപ്പൊ നമ്മളുടെ മേത്ത് അവരുടെ ഒരു കണ്ണുണ്ട്. നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും അവരെല്ലാം കാണുന്നുണ്ട്. അപ്പോ പൊതുവെ നമ്മള് അച്ഛന്മാര്, ചിലരൊക്കെ ഉണ്ടാവും അമ്മമാര് അച്ഛന്മാര്, മനുഷ്യരാണ് അവര്. പക്ഷെ ഇത് ദൈവത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ക്രിയേറ്റർ. അപ്പോ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അത് ശരിക്കും യൂസ് ചെയ്യണം. അതാണ്. പിന്നെ മൂന്നാമത്തെ കാർഡ് പറയുന്നത് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ കിട്ടാനോ, നിങ്ങള് വീട് മാറാനോ, പുതിയ വീട് വെച്ച് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് പുതിയ വീട് വെച്ച് താമസിക്കാനോ, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധത്തിലേക്ക് കയറാനോ ഒക്കെ ഉള്ള ഒരു ചാൻസ്. റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ, പക്ഷെ പുതിയ ഒരു റിലേഷൻഷിപ്പ് വന്ന് കയറാനുള്ള ഒരു ചാൻസ്. എന്തായാലും പുതിയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ചില സമയത്ത് അത് പണി കൊണ്ടുവരും, നമ്മൾ അതേ ശ്രദ്ധിക്കില്ല ആ കാര്യങ്ങൾ. അപ്പൊ അതിലൊന്നും ശ്രദ്ധ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കരുത്. എടുത്തു ചാടി ഒന്നും വിശ്വസിക്കുകയോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആളെ അവിശ്വസിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാത്തിനും പ്രൂഫ് വേണം. 100% നമുക്ക് അറിയണം അങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാലും മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വഴക്കിന് പോകുള്ളൂ. അടുത്തത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചില സമയത്ത് നമ്മളെ ടോൺ ഒത്തിരി ഇതാണെങ്കിൽ നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാലും അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കേണ്ടവർക്ക് തെറ്റിദ്ധരിക്കാൻ ഉള്ള ചാൻസും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. ലോർഡ് ഗണേശ വിഘ്നേശ്വരനാണ്. വിഘ്നേശ്വരൻ ഹിന്ദുക്കളാ, ക്രിസ്ത്യനോ, വാട്ട് എവർ റിലിജൻ, ഏത് റിലിജൻ നിങ്ങളായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഭഗവാൻ, ദൈവം, നിങ്ങളുടെ മുമ്പിലുള്ള പഴയ സമയങ്ങളിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ പ്രശ്നങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. നല്ലൊരു തുടക്കം നിങ്ങൾക്ക് തുടങ്ങാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തിനുള്ള സമയം, അങ്ങനെ ഒരു കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണോ അതോ നിങ്ങൾ അത് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകണോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭഗവാനെ, ഓം നമ ശിവ. അപ്പൊ ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് സ്റ്റേജിലാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Alright.
എനിക്കിവിടെ 4 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 4 പേരുടെ എനർജി ആയിരിക്കാം. എന്തായാലും നമുക്ക് ഇത് 4 കാർഡ്, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് സ്റ്റേജിലാണെന്ന് നോക്കുമ്പോൾ 10 ഓഫ് കപ്സ്, വളരെ സന്തോഷകരമായ, ഒരു പ്രശ്നവും ഇല്ലാതെ ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആയ ഒരു അവസ്ഥ. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഇംപ്രൂവ്മെന്റിന് ഒരു ചാൻസും വരുന്നില്ല. അതേസമയം നമ്മൾ ഇംപെർഫെക്റ്റ് ആണെന്ന് നമ്മൾ നമ്മള് തിരിച്ചറിയുമ്പോൾ, അതൊരു തിരിച്ചറിവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെയും ഇംപ്രൂവ് ചെയ്യാനുള്ള, എനിക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോകാനുണ്ട്, കുറെ കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്, കുറെ വ്യത്യാസങ്ങൾ കൂടെ ജീവിതത്തിൽ വരുത്താനുണ്ട്. നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്വഭാവം തന്നെയാണ് മരിക്കുമ്പോഴെങ്കിലും അത് വലിയ ഗുണം നമുക്ക് ചെയ്യില്ല. കാരണം നമ്മൾ ഈ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് കുറെ കാര്യങ്ങൾ പഠിക്കാനും കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുമാണ്. അപ്പൊ അതൊരു പഠനമായിട്ട് എടുക്കണം. എല്ലാ എക്സ്പീരിയൻസും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം, ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ. എന്നാലേ നമുക്ക് ജീവിതം കൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ അതേപോലെ ജീവിച്ച് അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. മനസ്സിലായി? മോക്ഷം എന്ന് പറഞ്ഞ കാര്യം കയ്യിലെത്തില്ല. അതിപ്പോ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ വരും. നമുക്ക് ഒരെത്തും പിടിയില്ലാതെ ഇങ്ങനെ ഉഴറി നടക്കുക എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിലാവും. അപ്പൊ ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറഞ്ഞാല് നിങ്ങള് ഒരു പെർഫെക്റ്റ് ആണ്, എന്റെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാള് അവരോട് പറയുന്നത്, നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, നിങ്ങളുടെ ജീവിതം പെർഫെക്റ്റ് ആണ്. അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഈ വ്യക്തി എന്തുകൊണ്ട് പോയി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ എന്റെ സ്വഭാവം നല്ലതാണ്, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവരോട് ഞാൻ നന്നായിട്ട് പെരുമാറുന്ന, അവർക്ക് ഒരു കുറവും വരുത്തുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ചിരുന്നപ്പോ ഇവരെന്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നല്ല, നമ്മളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതൊന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു ഇവിടെ ഈ റീഡിംഗ് കാണുന്ന ആർക്കോ ഒരാൾക്ക്. അപ്പോ ജഡ്ജ്മെന്റിന്റെ പലരും പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തു. നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആണ്, വളരെ സ്മൂത്ത് ആണ്, ഇനി നിങ്ങളായിട്ട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ശരിയാണ്, ചിലർക്ക് അസൂയ ഉണ്ടാവും നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ, അപ്പൊ അവര് പണി തരാൻ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കുറച്ച് പേര് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അടുത്ത കാർഡ് ജസ്റ്റിസ്. ഇവിടെ ന്യായം, സത്യം വെളിപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ശരിക്കുമുള്ള അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ വ്യക്തി പോയി, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു വ്യക്തി പോകും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം ബോധം ഉണ്ടായിരുന്നില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, വ്യക്തി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, ഈ വ്യക്തിയുടെ ചെറിയ വ്യത്യാസങ്ങളും. ചില ഭാര്യമാർ എന്നോട് പറയാറുണ്ട്, ഭർത്താവിന്റെ കാര്യം ഭാര്യയ്ക്കല്ലേ കൂടുതൽ അറിയാനും. അതേസമയം ചില ഭാര്യമാര് വന്ന് പറയാറുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന്. മനസ്സിലായോ? അപ്പൊ ഒരു ഭാര്യയുടെ കടമയാണ് ഭർത്താവിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയുക എന്നത്. മനസ്സിലായോ? ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറി എന്നത് കൊണ്ട് എല്ലാം ആയിട്ടില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ വേണം. അതിന് നമ്മൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പുള്ളിയും അല്ലെങ്കിൽ എന്റെ ഭാര്യ ഭയങ്കര ഹാപ്പിയാണ്, പിന്നെ എന്ത് പറ്റാണ് ഒറ്റ ദിവസം കൊണ്ട് മുങ്ങിക്കളഞ്ഞത് എന്ന ഒരു സംശയമാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ ഇവിടെ പറയുന്നത്, ഇതിപ്പോ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് ഭാവിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനേ പാടില്ലായിരുന്നു. ചിലർ ഇവിടെ വന്നിട്ട് ഭർത്താവ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി, തേർഡ് പാർട്ടി ഒരു ചിലര് പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല ഈ വ്യക്തി ഇങ്ങനെ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത, ഈ വ്യക്തി ഡിപ്രഷനിലായിരുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുമെന്നൊരു ചിന്ത എനിക്ക് തോന്നിയില്ല കണ്ടിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഗുണം, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇത്. വെളിവാകുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. 7 ഓഫ് സ്വർഡ്സ്. ഇവിടെ ഒരു കള്ളത്തരം നടന്നു. 7 ഓഫ് സ്വർഡ്സ് എന്ന് പറഞ്ഞാൽ മോഷണം, കള്ളത്തരം ഒക്കെ. ചിലപ്പോ ഈ വ്യക്തി പോയപ്പോ നിങ്ങള് ശരിക്കും പറഞ്ഞാല് വ്യക്തി പോയ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെല്ലാം എടുത്തോണ്ട് പോയി ഈ വ്യക്തി,
എന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരം കാണാനില്ലായിരിക്കും, നിങ്ങൾക്കറിയില്ല. കാരണം വ്യക്തി പോയ സങ്കടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലീൻ ആക്കിയിട്ടായിരിക്കും പോയത്. നിങ്ങൾ അരിക്കലത്തിലും അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പൈസ എടുത്തുകൊണ്ടായിരിക്കും പോയിക്കുന്നത്. നിങ്ങളുടെ സ്വർണം എടുത്തുകൊണ്ടായിരിക്കും പോയിക്കുന്നത്. ഇത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ. അപ്പോ ചിലപ്പോ ഈ വ്യക്തിയുടെ സ്വർണം എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. നിങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങളെ എഫക്ട് ചെയ്യുന്നത് വ്യക്തിയുടെ അഭാവം മാത്രം. ഈ വ്യക്തി എങ്ങോട്ട് പോയി എന്ന ഒരു ചിന്തയാണ്. ഇനി വരുമോ? അപ്പൊ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരുന്നു ഈ വ്യക്തി നിങ്ങളുമായിട്ട് പെരുമാറിയത്, എങ്ങനെയാണ് അടുപ്പത്തിൽ വന്നത്, മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളോട് ഈ വ്യക്തിയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ഇതൊക്കെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ശീലമുള്ളതാണ്, ഒരു റിലേഷൻഷിപ്പ് കയറൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ശീലമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. വളരെയധികം നുണ പറയുന്ന, സത്യങ്ങൾ പാസ്റ്റ് ഒരിക്കലും ആരോടും പറയാത്ത ഒരു വ്യക്തി. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സോഡിയാക് സൈൻ വന്നിരിക്കുന്നത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇവിടെ കൂടുതലും വാട്ടർ സൈൻ ആണ് കാണിക്കുന്നത്. ഈ കാണുന്നത് വാട്ടർ സൈൻ ആണോ അതോ നിങ്ങളുടെ വ്യക്തി ഒരു വാട്ടർ സൈൻ ആണോ എന്നറിയില്ല. ചിലര് വളരെ നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ആള് ഈ വ്യക്തിയെ കണ്ടുപഠിക്കണമെന്ന് മക്കളോട് പറയുന്ന മാതാപിതാക്കളല്ല. നാട്ടില് ഒരു ദിവസം ഇടിവെട്ട് പോലെ ഈ വ്യക്തി ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ പോയി ആൾക്കാർ അംഗീകരിച്ചു, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അംഗീകരിച്ച് പോകുമ്പോ ആ വ്യക്തി വീട്ടുകാരുടെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് അവരറിയാതെ പൈസ എടുത്ത് ചെലവാക്കുന്നു. അതിനെക്കുറിച്ച് ആരോടും പറയുന്നില്ല. അത് കഴിഞ്ഞ് കണ്ടുപിടിച്ച് പണമെല്ലാം കടമെല്ലാം കൊടുത്ത് തീർന്നപ്പോ ആ വ്യക്തി പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ കൂളായിട്ട് പറയുന്ന അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇതെല്ലാം വാട്ടർ സൈൻ ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഇതിൽ ഏതോ ഒരു സൈൻ കാണിക്കുന്നുണ്ട്. ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനിയും വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റേജ്. ഇപ്പോഴത്തെ സ്റ്റേജ് ആണ് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഇതേ സ്റ്റേജ് ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, വ്യക്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞിട്ടും നിങ്ങൾ ശ്രദ്ധ കൊടുത്തില്ല. ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെന്ന് കയറിയതായിരിക്കാം. അപ്പൊ പിന്നെ നമ്മളൊരു തോൽവിയാവും. നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ചീത്തയാണെന്ന് നമുക്കും കൂടെ തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് അതൊരു നമ്മളെ നഷ്ടമായിട്ട് അല്ലെങ്കിൽ തോൽവിയായിട്ടാണ് നമ്മൾ മിക്കവരും കാണുക. അപ്പൊ അതുകൊണ്ട് അതൊരു സമ്മതിക്കാൻ ഒരു മടി. അപ്പൊ ഈ വ്യക്തി തന്നെ ഇറങ്ങി അങ്ങ് പോയി. മനസ്സിലായി? ഇതായിരുന്നു എപ്പോഴും ഉദ്ദേശം. ഓൾറൈറ്റ്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഇവരെന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോ ഇവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്താണ്? അത് താഴെ പോയി ഞാനൊന്ന് എടുക്കട്ടെ. അപ്പൊ ഇവിടെ രണ്ട് കാർഡുകളാണ് വന്നത്, രണ്ടും റിവേഴ്സ് ആണ്. 6 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാല് ഈ വ്യക്തിക്ക് ഇപ്പോഴും നഷ്ടബോധമുണ്ട്. ഒരു വിക്ടറി നടന്നില്ല. ഈ വ്യക്തി വിചാരിച്ച കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റിയില്ല ഇവിടെ എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. ഈ വ്യക്തി ഈ നെഗറ്റീവ്, ചിലർക്ക് എന്താ പറയാ, കുപ്രസിദ്ധി ആണെങ്കിലും നല്ല പ്രസിദ്ധി ആണെങ്കിലും ഫേമസ് ആയല്ലോ, 4 പേര് എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. കുറച്ചൊരു നോർമൽ അല്ലാത്ത ഒരാളാണിത്. അപ്പോ ഈ വ്യക്തി പേജ് ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കുന്നതാണ് പേജ് ഓഫ് കപ്സ് അപ്രൈറ്റ് വരിക. എല്ലാവരും പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാള്. പക്ഷേ ഈ വ്യക്തി ഇപ്പൊ ആരോട് സംസാരിക്കുന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരിൽ നിന്നും ഈ വ്യക്തി അകന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വിചാരിക്കുന്ന എനിക്ക് പ്രതീക്ഷിച്ച അത്രയും ഒരു ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഗുണമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഇനിയിപ്പൊ നടക്കില്ലല്ലോ എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ ഈ വ്യക്തി ഒളിഞ്ഞു നിൽക്കുന്നതും മറ്റുള്ളവരുടെ ഈ വ്യക്തിയോട് സംസാരിക്കാൻ ഇട കൊടുക്കാത്തതും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇനിയും വരും ഈ വ്യക്തി. മനസ്സിലായി? ഇനിയും തിരിച്ചു വരും. കുറെ കൂടെ കാര്യങ്ങള് നിങ്ങളിൽ നിന്ന് നേടിയെടുക്കാനുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ വിചാരിച്ചത്രയും എനിക്ക് കാര്യങ്ങൾ നടന്നില്ല, അതിന്റെ ഒരു നഷ്ടബോധം ഈ വ്യക്തിക്കുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ.
അപ്പൊ നിങ്ങൾ ഇവിടെ ഇമോഷണൽ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വ്യക്തി ഇനിയും വരും, ഇനിയും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോ അവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഏസ് ഓഫ് സ്വേർഡ്സ് ആണ്. ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഈ വ്യക്തി ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ആരോ ഈ വ്യക്തിയെ നിങ്ങളെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അയച്ചത്. നിങ്ങൾ ചിലപ്പോൾ വലിയ ഫേമസ് ആയ ഒരാളായിരിക്കാം, കുറെ പണവും സ്വത്തും ഒക്കെ ഉള്ള ആളായിരിക്കാം, എന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്ന ആളാണ്, നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ആളല്ല, ആരോ പറഞ്ഞു വിട്ടിട്ടാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ഇവിടെ ഏസ് ഓഫ് സ്വേർഡ്സും ഏസ് ഓഫ് വാൻസുമാണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു ഉദ്ദേശം. ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പൈ ചെയ്യുക, പിന്നെ നിങ്ങളുമായിട്ട് ഒരു അട്രാക്ഷൻ, അപ്പൊ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ. ഏസ് ഓഫ് വാൻസ് പറഞ്ഞാൽ പാഷനറ്റ് ന്യൂ ബിഗിനിങ്. അപ്പൊ നിങ്ങളുമായിട്ട് ഒരു ബന്ധവും കൂടെ സ്ഥാപിക്കണമായിരുന്നു വ്യക്തിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പൊ ഈ വ്യക്തി ചിലപ്പോൾ പൈസ ഉള്ളവരുടെ ജീവിതത്തിലേക്കൊക്കെ കയറുന്ന ഒരു വ്യക്തി, ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഫേമസ് ആയ ആരുടെയെങ്കിലും സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉള്ള, അപ്പൊ ആ കോമ്പറ്റീഷൻ ആരുമായിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യുന്നവരുടെ അവർക്കാണ് കോമ്പറ്റീഷൻ. അപ്പൊ അങ്ങനെയുള്ള ആ കോമ്പറ്റീഷനിൽ ആരുമായിട്ടാണോ നിങ്ങളുടെ ജോലി ബോസിന് കോമ്പറ്റീഷൻ ഉള്ളത്, അവരാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചതെന്നാണ് പറയുന്നത്. ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ വ്യക്തി വന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല എന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ഇടയ്ക്ക് വെച്ച് നിങ്ങളോട് സ്നേഹം തോന്നുകയും ചിലപ്പോൾ കുറ്റബോധം തോന്നുകയോ ഒക്കെ ചെയ്താൽ ഉദ്ദേശം ഇതായിരുന്നു. വന്നപ്പോ ഈ വ്യക്തി ഇങ്ങനെ സ്പൈ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കുറച്ച് നാള് എൻജോയ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ് വന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വയറിയസ്, ലിബ്ര, ജെമിനി. ഇവിടെ എക്വയറിയസ് കുറെ വരുന്നുണ്ട്. എക്വയറിയസ്, ലിബ്ര, ജെമിനി. അതുപോലെ തന്നെ വാട്ടർ സൈനും ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ, കേട്ടോ. അപ്പോ ഇപ്പോ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള അവരുടെ ഉദ്ദേശം എന്താണ്? അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഇവര് പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ നിങ്ങളെ പഠിക്കുകയാണ് ഇവര്. അപ്പൊ നിങ്ങളിൽ ഇവരുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇനി നിങ്ങൾ ഇവരെ മിസ് ചെയ്യുമോ? ഇനി ഒരു ചാൻസ് ഉണ്ടോ? ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. അപ്പൊ ഇവര് നിങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെ കൂടെ ഉണ്ടായപ്പോ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ നിങ്ങൾ ഈ വ്യക്തി നോ കോണ്ടാക്റ്റിൽ പോകുമ്പോ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അതും കൂടി ഈ വ്യക്തിക്ക് അറിയണം. 10 of swords ഉണ്ട്. 10 of swords പറഞ്ഞ ഈ വ്യക്തി വളരെയധികം ചതിയും വഞ്ചനയുമാണ് നിങ്ങളോട് ചെയ്തത്, വളരെയധികം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല ഇപ്പോ, മനസ്സിലായി. ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് വന്നത്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ റീഡിങ്ങിൽ കാണിക്കുന്നുണ്ടെന്നല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് അറിയില്ല. ചില സമയത്ത് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ സിനിമാ കഥയെ വെല്ലുന്നതാണ്, നമുക്കത് മനസ്സിലാവാറില്ല. ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് അതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവാറില്ല. എനിക്ക് പരിചയമുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ വന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വളരെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്ന് വരുന്നതാണ്, ഇന്ത്യയുടെ വലിയ പരമോന്നതമായിട്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോ ഞാൻ ഇങ്ങനെ ചാരനാണ്, അപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റിച്ചു. ഇവരത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, ഒരു ഇംഗ്ലീഷ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷ്വാസ്നഗറിന്റെ ട്രൂ ലൈസ് എന്നെന്തോ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഉള്ള കാര്യം അങ്ങനെ തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് ഇവരെ പറ്റിച്ചുകൊണ്ട് പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുക, അവരുടെ നിന്ന് പൈസ എടുക്കുക, എന്നിട്ട് അവരെ വെറുതെ പേപ്പറിൽ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, വെറുതെ സൂട്ട്കേസ് ഏൽപ്പിക്കുക. അപ്പൊ ഇവര് സൂക്ഷിച്ച് വെക്കുകയാണ്, മനസ്സിലായോ? അത് കഴിഞ്ഞ് അതേ ആള് തിരിച്ചെടുത്തോണ്ട് പോകുന്ന സമയത്ത് വളരെ കോമഡിയാണ്. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് അറിവ് കുറവാകുമ്പോ നമ്മളെ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ സുഖമാണ്. നമ്മളുടെ ജീവിതത്തിൽ വരുന്നവരും നമ്മൾ പരിചയപ്പെടുന്നവരെല്ലാവരും ഒരിക്കലും ഒരു സ്ഥലത്തും കോയിൻസിഡൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്, എല്ലാം പ്ലാൻഡ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ കണ്ടു, അങ്ങനെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മളോട് പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു, അടുത്ത് ഇടപെടുന്നു, ഫേസ്ബുക്കിൽ വരുന്നു. അപ്പൊ നമ്മള് അതിനെന്താ ഭയങ്കര അവസാനം നമ്മളുടെ കാര്യങ്ങള്, ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയോട് പറയുന്നു. ഈ വ്യക്തി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാള് എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളുടെ അടുത്ത് കിട്ടിയുന്ന ഈ ഇൻഫർമേഷൻ ആരെന്ത് ചെയ്യുന്നു നമുക്കറിയില്ല.
വേറൊരാൾ ഒരിക്കൽ പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടതാണ്. ആ വ്യക്തി UK-ലാണ്. അപ്പോ എന്തോ 10,000 പൗണ്ട് എന്തോ കൊടുക്കാം, പക്ഷെ ഇത്രയും അതിന്റെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവര് മാസം മാസം ലക്ഷം രൂപ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് റീഡിങ്ങിന് എന്റെ അടുത്ത് വന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ റീഡിങ് എടുത്ത് നോക്കിയപ്പോ പറ്റിക്കലാണ്. അത് നമ്മൾ റീഡിങ് എടുക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അറിയാം. അപ്പൊ റീഡിങ്ങിൽ കാണിച്ചു ഈ വ്യക്തി അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള ഒരാളാണ്, അല്ല വെറുതെ പറഞ്ഞു പറ്റിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മളോട് അടുത്ത് കൂടാൻ ശ്രമിക്കുന്നവരെ നമ്മളൊന്ന് സംശയത്തോടെ നോക്കണം കേട്ടോ. ആൾക്കാർ നമ്മളോട് നമ്മളെ കാണാൻ നല്ലതാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ ഇങ്ങനത്തെ ഒരാളാണ് കണ്ടുമുട്ടിയത്, അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, സോൾമേറ്റ് കണക്ഷൻ ആണെന്നൊക്കെ പറയുന്നേ. ഇപ്പൊ അതൊരു ഫാഷൻ ആണല്ലോ. അങ്ങനെ പറഞ്ഞ് നമ്മളോട്, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് പണ്ട് എന്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആരോ, നമ്മൾ സിനിമയിൽ എത്രയോ കണ്ടിരിക്കുന്നു, എന്നാലും ഇപ്പോഴും പറ്റിക്കപ്പെടുന്ന കുറെ ആളുകളുണ്ട് നമ്മളുടെ ചുറ്റും. ഞാൻ സ്മാർട്ടാന്നല്ല പറയുന്നത്, ഓരോ അബദ്ധം പറ്റുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം, പിന്നീട് നമ്മളെ മണ്ടന്മാരാക്കാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും, അത് കഴിഞ്ഞ് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായ. ഓൾറൈറ്റ്. അപ്പൊ ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഈ വ്യക്തി വളരെ ചതിയാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചിലപ്പോ നിങ്ങളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. മനസ്സിലായി? നിങ്ങൾ ചിലപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിരിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടില് നിങ്ങളോട് സംസാരിച്ച് പരിചയപ്പെട്ട് സംസാരിച്ച് പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി താമസിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ട് അവസാനം നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിൽ പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ സ്വത്ത് അടിക്കുന്ന ആള് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ലൈഫിലെ സീക്രട്സ് അടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗോസിപ്പ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ഭയങ്കര ഫേമസ് ആയ ആളാണെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അത് പബ്ലിസൈസ് ചെയ്യുകയോ അത് വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ പണം കിട്ടും. അതിന്റെ പുറകെ ആളുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പേഴ്സണൽ ആയ കാര്യങ്ങൾ എത്ര അടുത്താണെങ്കിലും നമ്മളുടെ ഒപ്പം വെച്ചാൽ നമ്മളെ അടുത്ത് നമുക്ക് കണ്ടിട്ട് നമ്മളുടെ വർഷങ്ങളായിട്ട് നമ്മളുടെ വീടിനടുത്തുള്ള ആളാണ്, അല്ലെങ്കിൽ വീടിനടുത്ത് ബന്ധം, ഇത് വെല്ലോടത്തും ഇരിക്കുന്ന ആള് ഇൻസ്റ്റഗ്രാമിൽ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ നേരിട്ട് കാണുന്നുമില്ല. അതാണ് വേറെ രസം. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ച് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കൽ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര സീരിയസ് ആണ് മാഡം, ഒന്ന് ഈ ഫോട്ടോ ഒന്ന് കാണണം, ഭയങ്കര ഇതാണ്, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോട്ടോ അയച്ചത്. സിനിമാ നടിയുടെ ഫോട്ടോ ആണത്. ഈ കേക്ക് പോപ്പ് എന്ന് പറഞ്ഞ സൗത്ത് കൊറിയൻ നോർത്ത് കൊറിയൻ എനിക്കറിയാം, അവരുടെ ഒരു ബാൻഡ് ഉണ്ട്, ഇംഗ്ലീഷ് സോങ്സിന്റെ ബാൻഡ്. അതിലൊരു പയ്യന്റെ ഫോട്ടോ ആണ് ആ കിടക്കുന്നത്. പക്ഷെ കുട്ടിക്ക് അറിയില്ല, ഈ പെൺകുട്ടിക്ക് അറിയില്ല ഇങ്ങനെ ഒരു കാര്യമാണെന്ന്. അത് ശരിക്കും ആളാണ്. ആ പയ്യന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് ഈ കുട്ടി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അയാൾക്ക്, മൊബൈലിൽ ചാർജ് ചെയ്തത്. ഇത് പെൺകുട്ടികളിൽ മാത്രം. പൊതുവെ കോമഡി കാണിക്കുമ്പോൾ നമ്മൾ പെൺകുട്ടികളാണ് ഇങ്ങനെ ആണുങ്ങളെ പറഞ്ഞു പറ്റിച്ച് പൈസ അടിക്കുന്നത്, അല്ല, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട് സ്ത്രീകളോട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മൾ ഈ കാലത്തൊക്കെ സൂക്ഷിക്കുക. കുറെ റീഡിങ്സ് എനിക്ക് വരുന്നുണ്ട്, ഈ വ്യക്തി ശരിയാണോ, സീരിയസ് ആയിട്ടാണോ എന്നോട് പെരുമാറുന്നത്, കാണാൻ പറഞ്ഞാൽ കാണുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്കും എന്നോട് അതുപോലെ തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ 2 ദിവസമായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ 1 മാസമായിട്ട് മിണ്ടുന്നില്ല, ബ്ലോക്ക് ചെയ്തു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടംപോലെ റീഡിങ്സ് എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിങ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മുഷിച്ചിലാവും, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോ ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് വലിയ ചതിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതാണ് ഈ വ്യക്തി അന്വേഷിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ പാസ്വേഡും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഡെബിറ്റ് കാർഡും പാസ്വേഡും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ആധാർ, പിന്നെ പാൻ കാർഡ് എല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. അപ്പോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യോ? നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയോ? അതോ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ സാധനങ്ങളൊക്കെ നിങ്ങളത് നഷ്ടപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഇതൊക്കെ വ്യക്തി ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. ഇതിന് റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്നാണ് ഈ വ്യക്തി ഇപ്പൊ നോക്കുന്നത് കേട്ടോ. അതിനാണ് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഇങ്ങനെ നിങ്ങളോട് പെരുമാറിയ ഒരാളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി മാറി നിൽക്കുന്നത്. സൂക്ഷിക്കണം ഈ വ്യക്തിയെ കേട്ടോ. അപ്പോ നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ് ഇവിടെ. കാടുകൾ തെറിച്ചു പോകുന്നുണ്ടോ കണ്ടോ? ഫാന്റെയാണ് വേറെ കാര്യം, എന്നാലും കാറ് താഴെ പോകുന്നു വല്ല കാര്യമുണ്ടോ? അല്ലെ, എനിക്ക് പണി തരാൻ വേണ്ടിട്ട്. ഈ റീഡിങ് ഭയങ്കര പ്രശ്നമുള്ള റീഡിംഗ് ആണ്.
ഇവിടെ ഒരു കാർഡാണ് താഴെ വീണത്. കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സ്വേർഡ്സും. ഇവിടെ ഒരാളല്ല, ഈ വ്യക്തി ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല നിങ്ങളോട്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളാണ്. ഞാൻ ഈ ഇംഗ്ലീഷ് ബുക്കൊക്കെ കുറെ വായിക്കുന്നതാണ്. അപ്പോ അമേരിക്കയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് പെൺകുട്ടികളെ വഴി തെറ്റിക്കാൻ വേണ്ടി എന്ന് വെച്ചാല് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. അതിന് പെൺകുട്ടികളെ കടത്തി കൊണ്ടുവരിക. അപ്പൊ പല രാജ്യങ്ങളിൽ നിന്ന് കടത്തി വേറെ രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകും. 12നും ഒരു 18 വയസ്സിനിടയില്. അപ്പൊ ഇവര് കാണാൻ സുന്ദരന്മാരായ പയ്യന്മാരും സുന്ദരികളായ പെൺകുട്ടികളൊക്കെയാണ് വരിക. ഒരു ഗ്യാങ് ആണത്. അവരെന്നിട്ട് വന്നിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ട് പെൺപിള്ളേരെ പറഞ്ഞ് പാട്ടിലാക്കി കൊണ്ടുപോകും. വീട്ടുകാരെ എതിർത്ത് കൊണ്ടുപോകും. അപ്പൊ വളരെ നന്നായിട്ടാണ് ഇവർ പെരുമാറുന്നത്. അങ്ങനെ അപ്പൊ ഈ രാജാക്കന്മാരൊക്കെ അങ്ങനത്തെ ഈ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇത്. സോറി, കിങ് ഓഫ് കപ്സ് അല്ല, നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബോറടിക്കുന്ന ആളാണ്. ലോങ് ടേം പ്ലാൻ ഇല്ല നൈറ്റ് ഓഫ് കപ്സിന്, കേട്ടോ. അപ്പൊ കിങ് ഓഫ് സ്വേർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് വേറെ ഉദ്ദേശത്തിലാണ്. നിങ്ങളുമായിട്ടൊരു വിവാഹം കഴിക്കാനോ ലോങ് ടേം, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ലോങ് ടേം പ്ലാനിനൊന്നും അല്ല ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. നിങ്ങൾ മാത്രമല്ല, പല റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും മിണ്ടുന്നില്ല പുറത്ത്. ചിലര് മാരീഡ് ആണ്, കല്യാണം കഴിച്ച സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കിങ് ഓഫ് സ്പോർട്സ് ഉണ്ട്. ഈ വ്യക്തിക്ക് ഇതൊരു നൈറ്റ് ആണ്. ഇത് എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോലെ. മെയിൻ ആയിട്ടുള്ള ആള് വേറെ. അങ്ങനത്തെ ഒരാളുടെ കൺട്രോളിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ ലോങ് ടേം പറ്റില്ല. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടല്ല ഈ വ്യക്തിയെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ചിലപ്പോ ഫാമിലി മൊത്തമായിട്ട് ഇങ്ങനത്തെ ആൾക്കാരായിരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് നല്ലത് വരണം എന്നല്ല. ഇവർക്ക് കുറെ പൈസ അടിക്കണം, സ്വത്തടിക്കണം. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതും ഇതൊക്കെ അടിച്ചിട്ട് വേണം ഇവർക്ക്. പല ഗ്യാങ്ങുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നത് ഓർക്കുക നിങ്ങൾ, കേട്ടോ. അപ്പൊ ഇവർക്ക് ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ല നിങ്ങളുമായിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. 8 ഓഫ് സ്വേർഡ്സ് ട്രാപ്പ് ആണ് എന്നാണ് പറയുന്നത്. ഇത് 8 ഓഫ് സ്വേർഡ്സ് എന്ന ട്രാപ്പ് ആണ്. ഇത് കണ്ടോ, കയ്യൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇരുന്നത്. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് പോയില്ലെങ്കിൽ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യും. എന്ന് വെച്ചാല് നിങ്ങള് സ്വന്തം ഇഷ്ടത്തിന് വേണം ഇവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പോകണം. അല്ലാതെ ഇവർക്ക് പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇഷ്യൂ ആവും. ഇന്നത്തെ കാലത്ത് ക്യാമറയുണ്ട്, എല്ലാവർക്കും CCTV ഉണ്ട്. അപ്പൊ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് ഇവരെന്താ ചെയ്യണത്? നിങ്ങളെ പറഞ്ഞ പാട്ടിലാക്കി ഇവരിലെ 100% വിശ്വാസത്തിലാക്കി വിശ്വാസം വരുത്തിയിട്ട് ഇവരെ ഭയങ്കരമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഇവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരണം. അതിനാണ് ഈ വ്യക്തി ഈ ഡ്രാമ മുഴുവൻ കളിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവര് അകന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാവും. ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതാണ് ഇവർ മുതലെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ട്രാപ്പ് ആണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇതൊരു ട്രാപ്പ് ആണ്. ഇത് പച്ചയായിട്ട് നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണ്ട. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇത് കേൾക്കേണ്ട കുറച്ച് പേരുണ്ട്, മനസ്സിലായോ? അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇത്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇങ്ങനത്തെ ഒരു റീഡിംഗ് എടുക്കണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ എടുത്തത്. കാരണം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ദൈവം ചില സമയത്ത് നോ കോണ്ടാക്ട് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ചിലർ രക്ഷപ്പെടണ്ടെന്നാണ്. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നോളാം, അറിവില്ലായ്മ കൊണ്ടാണ്, കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റീഡിംഗ് എടുത്തത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇതൊരു ട്രാപ്പാണ്. നിങ്ങൾ പെട്ടുപോകും ഇതിനകത്ത്. നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ഇനിയിപ്പോ നിങ്ങൾ ഇത് കാണുമ്പോ ഇതിപ്പോ വലിയ ഗ്യാങ് ഒന്നും അല്ല. ഇതിപ്പോ ചെറിയ റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കാം. ഇതിപ്പോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. ആ വ്യക്തിക്ക് ഓൾറെഡി മാരീഡും പിള്ളേരും ഒക്കെ ഉള്ള ആളായിരിക്കും. നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ഒരു ഉദ്ദേശമില്ല. നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മറ്റേ റിലേഷൻഷിപ്പ് വിടില്ല. അവിടെ ആ റിലേഷൻഷിപ്പ് ഉണ്ട്. നിങ്ങളുമായിട്ട് ഒരു സൈഡിലൊരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ റിലേഷൻഷിപ്പ്. ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യും ഈ വ്യക്തിയെ. ഈ വ്യക്തി ഇല്ലാതെ വയ്യാന്നാവും. അപ്പോ ഇത് ശരിക്കും നിങ്ങൾ പതുക്കെ നടന്നെടുക്കുന്ന ഒരു ട്രാപ്പിലേക്കാണ്. വെച്ചാൽ ആ വ്യക്തിക്ക് ഫാമിലി ഉണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. അവർക്ക് ഭർത്താവും കുട്ടികളും ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ഉണ്ട്. നിങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾ സിംഗിൾ എനർജി ആണെങ്കിൽ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തിരിച്ചറിവാകുമ്പോഴേക്കും നിങ്ങളുടെ വിവാഹപ്രായം എല്ലാം കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു അടിമയെ പോലെ ആയിത്തീരും.
പോകാനൊരിടമില്ല. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ബന്ധമായതുകൊണ്ട് നിങ്ങളുടെ സ്നേഹിക്കുന്നവരും എല്ലാവരും നിങ്ങളിൽ നിന്ന് അകന്നു പോയി. ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയം കഴിഞ്ഞു. അവര് നിങ്ങളെ ഉപേക്ഷിച്ചു. വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉപേക്ഷിച്ചു. ഫ്രണ്ട്സ് എല്ലാം ഉപേക്ഷിച്ചു. കാരണം അവർക്ക് കാണാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വല്ല മയക്കുമരുന്ന് തരുന്നുണ്ടോ, അവരുമായിട്ട് അഡിക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വല്ല കൈവിഷം തരുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ചിലർക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പലതരത്തിലുള്ള ഈ ട്രാപ്പ് ഇവിടെ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഇവർക്ക് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഈ റീഡിംഗ് കാണുന്ന പലർക്കും ഇതിൽ ചില കാര്യങ്ങൾ ക്ലിക്ക് ആവും. അപ്പോ ഇതൊരു ട്രാപ്പ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഒരു ട്രാപ്പിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇവർക്ക് അടിമപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഗ്യാങ്ങുകളുടെ ഇടയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇനി നമുക്ക് ഈ വ്യക്തിയുടെ ശരിക്കുമുള്ള പേഴ്സണൽ എന്താണ് ട്രൂ ഇമോഷണൽ മെസ്സേജ് എന്താണ് നിങ്ങളോട് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഭഗവാനെ ഇത് കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇനി നമ്മള് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണലി എന്താണ് പറയാനുള്ളത് എന്നുവെച്ചാൽ ശരിക്കും ഈ വ്യക്തിക്ക് ട്രൂ ഇമോഷൻസ് എന്താണ് നിങ്ങളോട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാർമിക് ടൈസ് കാണിക്കുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. കുറെ വരുന്നുണ്ട്. വർക്ക് പ്ലേസ് അഫെയർ, ഇത് ജോലി സ്ഥലത്തുള്ള ഒരു അഫെയർ ആണെന്ന് പറയുന്നുണ്ട് ചിലർക്ക്. അപ്പൊ അത് അത്രയും റൊമാൻസേ ഉള്ളു. രണ്ടുപേരും മാരീഡ് ആയിരിക്കാം, രണ്ടുപേരും വേറെ റിലേഷൻഷിപ്പിലായിരിക്കും. ചില സമയത്ത് നമ്മള് ജോലിക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞ് വെറുതെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ എനിക്കറിയാം. എല്ലാ ദിവസവും എഴുന്നേറ്റ് പോകണ്ടേ, അങ്ങോട്ട് ബോറടിയാണ് ഓഫീസിൽ. അപ്പൊ ആരെങ്കിലും ഒന്ന് കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അവരെ കാണാലോ എന്നൊരു ഉദ്ദേശത്തിൽ പോകാന്ന് പറയുന്നവരുണ്ട്. സെൽഫ് ലവ്, ഈ വ്യക്തി സ്വന്തം വളരെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് പല സീക്രട്ട് അക്കൗണ്ട്സ് ഉണ്ട്. നോക്ക്, സീക്രട്ട് അക്കൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പല റിലേഷൻഷിപ്പുള്ള ഒരാളാണ്. പിന്നെ നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ വ്യക്തി തരുന്നത്. വെച്ചാല് നിങ്ങളിപ്പോ വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം കഴിക്കാൻ. അപ്പൊ ഈ വ്യക്തി പറയും നിനക്ക് എന്താ വേണ്ടത്, അപ്പൊ ഇന്നത് പറയും. അപ്പൊ ഈ വ്യക്തിയുടെ എനിക്കും അത് മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ വ്യക്തിയുടെ എന്റെയും ടേസ്റ്റ് ഒന്നാണല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറ്റിക്കപ്പെടുക. എന്ന് വെച്ചാൽ ഇവര് നമ്മളെ ട്രാപ്പ് ആക്കാൻ വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് തന്നെ എനിക്കും മതി എന്ന് പറയുമ്പോ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ നമ്മളായിട്ട് എന്തൊരു ചേർച്ചയാണ് അല്ലെ, ഒരേപോലത്തെ ഭക്ഷണമാണ് നമുക്ക് ഇഷ്ടം എന്നൊക്കെ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഓഫ് ആൻഡ് ഓൺ, ഹോട്ട് ആൻഡ് കോൾഡ്, ഡിറ്റാച്ച്ഡ്, ഗോസ്റ്റഡ്, നോ കോണ്ടാക്ടിന്റെ കാര്യമാണ് ഇത്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണിത്. പിന്നെ ഈ വ്യക്തി ഭയങ്കര പ്രൊമിസ്ക്വസ് ആണ്. പ്രൊമിസ്ക്വസ് ജെസബൽ എന്നാണ്. പ്രൊമിസ്ക്വസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഉഴപ്പുള്ള ഒരു എനർജിയാണ് കേട്ടോ. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ്. പിന്നെ ബ്ലോക്ക് കണ്ടോ, ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാർമിക് ടൈസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്. പിന്നെ ഈ വ്യക്തി ട്രൂ കളേഴ്സ്, സ്പിരിച്വൽ ഗിഫ്റ്റ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം ഈ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ വ്യക്തിയോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ വ്യക്തിയുമായിട്ട് ഒരു ലോങ് ടേം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ശരിക്കുമുള്ള ഉദ്ദേശം ഈ വ്യക്തിക്ക് മനസ്സിലായി. ഇവര് തമാശക്ക് റിലേഷൻഷിപ്പ് കയറിയപ്പോ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. അപ്പൊ നിങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം ഈ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങൾ വളരെ സ്പിരിച്വലി ഗിഫ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളപ്പോ വളരെ ഭക്തിയുള്ള, അമ്പലത്തിലൊക്കെ സ്ഥിരം പോകുന്ന, വളരെയധികം സ്പിരിച്വലി ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ കള്ളത്തരം ചെയ്യുമ്പോൾ നമുക്ക് പണി കിട്ടും. ആ ഒരു ബോധമുണ്ട്. അതും കൂടെ കാരണം കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പൊ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിനോട് നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന, വളരെ ഭക്തിയോട് പെരുമാറുന്ന, ദൈവത്തിനെ കാലത്തെ മെഴുകുതിരി വെച്ചോ വിളക്ക് വെച്ചോ ഒക്കെ പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവർ കൂടെ താമസിക്കുന്നവര് നമ്മളെ കാണുമ്പോ ഇവര് ഭയങ്കര ദൈവമായിട്ട് ഭയങ്കര അടുത്തവരാണ്, അപ്പൊ ഇവർക്ക് പണി കൊടുത്താൽ എനിക്ക് തിരിച്ചു ദൈവം പണി തരും എന്നൊരു ബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പൊ അത് പോണതാണെങ്കിൽ പൊക്കോട്ടെ, ഇനി അതിന്റെ പുറകെ പോകണ്ട. ഈ വ്യക്തിയും നിങ്ങളോടൊരു കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തി പോയത്, അകന്ന് നിൽക്കുന്നത്. അപ്പോ കൂടെ ഈ വ്യക്തി നിങ്ങൾക്കൊരു ഇത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങള് ഇനി തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ വ്യക്തി വരും. തിരിച്ചു വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി വന്നു കഴിഞ്ഞാല് പിന്നെ അത് നിങ്ങളുടെ തലയിലാണ്. അപ്പൊ വ്യക്തി കുറ്റബോധമില്ല, ഞാൻ പോയി
മനസ്സിലായി? ഞാൻ മുമ്പോട്ട് പോയി അവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നു ഇവരെ. അപ്പോ വ്യക്തി എന്താ കുറ്റബോധം മാറി. എന്നുവെച്ചാല് എന്നെ വിളിച്ച് ഞാൻ പോയതാണ്, ഒഴിവാക്കി പോയതാണ്. മനസ്സിലായോ? തിരിച്ച് നമ്മൾ ചിലപ്പോ പാമ്പിനെയൊക്കെ നമ്മൾ പാമ്പ് പോയി കഴിയുമ്പോൾ നമ്മൾ അതിനെ പേടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കടിപ്പിക്കില്ല. അല്ലെങ്കിൽ പട്ടികൾ പോയി കഴിയുമ്പോൾ ചില പിള്ളേർ അയ്യോ പത്തോന്നൊക്കെ ഒച്ചെടുക്കും. പട്ടിയുടെ പാട്ടിന് പോണതാ. പട്ടിക്ക് ഇത് കഴിയുമ്പോൾ ദേഷ്യം വരുന്നു. അപ്പൊ പട്ടി തിരിച്ചു വന്ന് ഒരു കടിയും കൊടുത്തിട്ട് പോകും. നീ ചോദിച്ച് വാങ്ങിച്ചതല്ലേ എന്ന്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുത്തരുത്. ഇതൊരു മനുഷ്യനാണ്. സ്ത്രീയായാലും പുരുഷനായാലും വ്യക്തിയായിട്ട് ഒഴിഞ്ഞു പോകുകയാണ്. പക്ഷെ നിങ്ങൾ വിളിച്ചാലും വരും. പിന്നെ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാവില്ല. മാക്സിമം നിങ്ങൾ ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇത് ട്രാപ്പ് ആണെന്ന് നിങ്ങൾ കണ്ടു, സൂക്ഷിച്ചു പെരുമാറുക കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.